ഹലോ! എല്ലാവർക്കും മെറി ക്രിസ്മസ്. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാർട്ടി മേക്കപ്പ് കാണാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി അപ്രോപ്രിയേറ്റ് മേക്കപ്പ് ആണ്. എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഈ മേക്കപ്പ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്കിൻ പ്രെപ്പ് ആണ്. അത് ചെയ്യാതെ മേക്കപ്പ് ചെയ്യാൻ പാടില്ല. ആദ്യം ലിപ് ബാം അപ്ലൈ ചെയ്യാം. ലിപ് ബാം ആദ്യമേ അപ്ലൈ ചെയ്ത് വെക്കുമ്പോഴത്തേനും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേനും ലിപ്സ് നല്ല സപ്പിൾ ആയിട്ടും മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഇരിക്കും. അതിന് വേണ്ടിയാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ഇതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസർ വേണം സെലക്ട് ചെയ്യാൻ. മേക്കപ്പിന്റെ അടിയിൽ ഒരുപാട് ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാൻ പാടില്ല. മേക്കപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ഈ മോയ്സ്ചറൈസിങ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഒരു അണ്ടർ ഐ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ അണ്ടർ ഐസ് കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈ ആവാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല മോയ്സ്ചറൈസേഷനും കൊടുക്കും. അതുകൊണ്ട് റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ് ഒക്കെ ഒരുപാട് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എനിക്ക് ഇപ്പം തന്നെ കുറച്ച് ലൈൻസ് ഒക്കെ വന്നു തുടങ്ങി. ഇതിന് ശേഷം നമ്മൾ പ്രൈമർ ആണ് അപ്ലൈ ചെയ്യുന്നത്. പ്രൈമർ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ സ്കിന്നിൽ ഒരു പോഴ്സും ഫൈൻ ലൈൻസും ഒക്കെ ഫില്ല് ചെയ്ത് സ്മൂത്ത് ആക്കി ഒരു സർഫസ് മേക്കപ്പിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും മേക്കപ്പിലെ പുട്ടി എന്ന് പറയുന്നത് ഈ പ്രൈമർ തന്നെയാണ്. ഇത് ഓപ്ഷണൽ ആണ്. അത്യാവശ്യം ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യണ്ട. നല്ല സ്കിൻ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടി മേക്കപ്പ് ആയതുകൊണ്ട് ഞാനൊരു ഇലൂമിനേറ്റിംഗ് ബേസ് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്മാഷ് ബോക്സിന്റെ ഒരു സാമ്പിൾ സൈസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഗിഫ്റ്റ് വിത്ത് പർച്ചേസ് ആയിരുന്നു. ഒരു ഗോൾഡൻ ടിൻഡ് വരുന്നൊരു ലോഷൻ ആണ്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കൊടുക്കും. ഇത് നമുക്ക് ഫൗണ്ടേഷനിൽ ഡയറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാം. ഒരു സ്ട്രോബിംഗ് ക്രീമിന്റെ യൂസ് ആണ് ഇത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹൈലൈറ്റർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് തന്നെ ഈ പ്രോഡക്ട്സ് ഒക്കെ ഡ്യൂപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ കണ്ടോ, നമ്മുടെ സ്കിന്നിൽ ഒരു നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഉദ്ദേശവും. അടുത്തതായിട്ട് കൺസീലർ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എസ്റ്റിഎ ലോഡറിന്റെ ഡബിൾ വെയർ സ്റ്റെയിൻ പ്ലേസ് കൺസീലർ ആണ്. നല്ല തിക്ക് കൺസീലർ ആണ്. പാർട്ടി മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല ലാവിഷ് ആയിട്ട് ഇത് അണ്ടർ ഐസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ണിന്റെ പുറത്തും ഐലിഡ്സിലും പിന്നെ പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യാണ്. നമ്മുടെ സ്കിന്നിനൊരു ഈവൻ ടോൺ കിട്ടാൻ വേണ്ടിയാണ് ആദ്യം കൺസീലർ തന്നെ അപ്ലൈ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇതിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഉൾട്ടാ വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്യാം. ഞാൻ ഓരോ സമയം ഓരോന്ന് പോലെയാണ് ചെയ്യുന്നത്. എനിക്ക് സ്ഥിരമായിട്ടൊരു പെർട്ടിക്കുലർ ഒരു പ്രോസസ് ഒന്നുമില്ല. എനിക്ക് അപ്പോൾ തോന്നുന്ന പോലെ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അണ്ടർ ഐസിൽ ഒരുപാട് വൈറ്റ് ആയിട്ടുള്ള കൺസീലർ അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പ്രത്യേകിച്ചും ഡാർക്ക് സർക്കിൾസ് കൂടുതലുള്ളപ്പം കുറച്ച് സ്കിൻ ടോണിന് മാച്ച് ആവുന്നതോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള കൺസീലർ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അടുത്തതായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത്, അടുത്തത് ബോബി ബ്രൗണിന്റെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് ലൈറ്റ് കവറേജ് ഫൗണ്ടേഷൻ ആണ്. പക്ഷെ എനിക്ക് തോന്നി ഇത് പാർട്ടിക്കൊക്കെ നമുക്ക് ലൈറ്റ് മേക്കപ്പ് ആണ് വേണ്ടെങ്കിൽ ഇത് ഇടാവുന്നതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഓഫീസിലൊക്കെ പോകുമ്പോൾ സ്ഥിരം ഇടുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. പക്ഷെ ഞാൻ നെറ്റിയിൽ ഫൗണ്ടേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാറില്ല. എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറിൽ ബാക്കി വരുന്ന പ്രോഡക്റ്റ് മാത്രം അവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുള്ളൂ. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നല്ല ടാനിങ് എൻ്റെ നെറ്റിയിൽ കാണാൻ പറ്റും. അപ്പോൾ ടാൻഡ് ആയിട്ടുള്ള പോർഷൻസൊക്കെ നമ്മൾ ലൈറ്റർ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഗ്രേ ടോൺ ആണ് തോന്നുന്നത്. അതുകൊണ്ട് വളരെ ലൈറ്റ് കവറേജിലുള്ള പ്രോഡക്റ്റ് മാത്രമേ അവിടെ അപ്ലൈ ചെയ്യുന്നത് നന്നായി തോന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ടാൻഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഇങ്ങനെ കുറച്ച് കൺസീലറോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം തോന്നാറില്ല. അപ്പം നിങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിട്ട് തോന്നും. അടുത്തതായിട്ടൊരു ക്രീം കോണ്ടൂർ ആണ് അപ്ലൈ ചെയ്യുന്നത്. കെ ബ്യൂട്ടിയുടെ കോണ്ടൂർ സ്റ്റിക്ക് ഞാൻ പൗഡർ ഇടുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാണ്. കാരണം ക്രീം പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്തിട്ടേ പൗഡർ പ്രോഡക്ട്സിലോട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് പാച്ചി ആയിട്ട് തോന്നും. ക്രീമിൻ്റെ പുറത്ത് പൗഡർ അപ്ലൈ ചെയ്യാം, പക്ഷേ തിരിച്ച് പൗഡറിൻ്റെ പുറത്ത് ക്രീം അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഭാഗത്തൊക്കെ ഞാൻ ഈ കോണ്ടൂർ അപ്ലൈ ചെയ്യാണ്. കാരമൽ ഫോക്കസ് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. ഇതിൻ്റെ അകത്ത് 3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നല്ല പ്രോഡക്റ്റ് ആണ്, നല്ല ബ്ലെൻഡബിലിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യമേ ഇത് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേനും ഫേസിനൊരു ഡയമെൻഷൻ തോന്നും, ഫ്ലാറ്റ് ആയിട്ട് തോന്നില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ കോണ്ടൂർ ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റെപ്പൊന്നും അല്ല.
നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അത്രേ ഉള്ളൂ. എൻ്റെ മൂക്കാണ് എനിക്ക് ബേസിക്കലി കോണ്ടൂർ ചെയ്യേണ്ടത്. കാരണം മൂക്ക് കുറച്ച് വളഞ്ഞ മൂക്കാണ്. അത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയും കോണ്ടൂർ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എവിടെയൊക്കെ കുറച്ച് കുറച്ച് കാണിക്കണോ അവിടെയൊക്കെയാണ് നമ്മൾ കോണ്ടൂർ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഹെയർ ലൈൻ അവിടെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നെറ്റ് കൂടുതലുള്ളവർക്ക് കുറച്ച് അത് ചെറുതായിട്ട് തോന്നും. അടുത്തതായിട്ട് ഒരു ക്രീം ബ്ലഷ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ബോബി ബ്രൗണിന്റെ ഈ ഒരു ട്യൂലെ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതൊരു ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാറുള്ളൂ. നല്ല ഷെയ്ഡാണ്. ഭയങ്കര ഹൈലി പിഗ്മെന്റഡ് അല്ല, റയർ ബ്യൂട്ടിയുടെ ഒക്കെ ബ്ലഷ് പോലെ. അതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ നാച്ചുറലി ആയിട്ട് തോന്നുന്ന ഒരു ഫ്ലഷ് ഓഫ് കളർ കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് പൗഡർ വെച്ചിട്ട് ഈ മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ക്രീം പ്രോഡക്ട്സ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഓയിലി ആവാൻ ചാൻസ് ഉള്ളത് പ്രദേശത്തൊക്കെയാണ് ഞാൻ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പൗഡർ ബ്രഷ് യൂസ് ചെയ്യുന്നത്. സെറ്റിംഗ് ബ്രഷാണ് റിയൽ ടെക്നിക്സിൻ്റെ. മൂക്കിൻ്റെ ചുറ്റുമൊക്കെ മിക്കവാറും മേക്കപ്പ് ക്രീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഐബ്രോസ് ആണ്. സെഫോറയുടെ ഈ മൈക്രോ ടിപ്പ് ആയിട്ടുള്ള പെൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിൽ ബ്രോസ് ഫില്ല് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എനിക്കാണെങ്കിൽ ഒരുപാട് ഗ്യാപ്സ് ഉണ്ട് ഐബ്രോസിൽ. മാത്രമല്ല എൻ്റെ ഐബ്രോസ് രണ്ടും രണ്ട് ജോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെയും കൂടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നാച്ചുറൽ ആയിട്ട് തോന്നുന്നത് പോലെ ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്കൊരുപാട് കട്ടിയുള്ള ഐബ്രോസ് ചേരാത്ത പോലെയാണ് തോന്നുന്നത്. അടുത്തതായിട്ടൊരു ഐ ലൈനർ വെച്ചിട്ട് ഞാൻ ലാഷ് ലൈനിൽ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു ഐലൈനർ ആണെങ്കിൽ നമ്മുടെ ഐ മേക്കപ്പ് അത്ര കംപ്ലീറ്റ് ആയിട്ട് തോന്നാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് കളർ ഐ ഷാഡോ അപ്ലൈ ചെയ്താലും ഞാൻ ഒന്ന് ലൈൻ ചെയ്യാറുണ്ട് കണ്ണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗോൾഡൻ കളർ ഐ ഷാഡോ ആണ്. ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞില്ല. പാക്കിൻ്റെ ഐ ഷാഡോ ആണ്. മാക്കിൻ്റെ ഫിക്സ് പ്ലസ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ബ്രഷിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് ആണ് ഈ ഇത് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാൻ എളുപ്പമാണ്. ഡ്രൈ ഐ ഷാഡോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഐ ലൈനർ ആണെങ്കിലും യൂസ് ചെയ്യാം, ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഏതെങ്കിലും കളേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ. ഞാൻ ജസ്റ്റ് ഒരു പാർട്ടി മേക്കപ്പിൻ്റെ ലുക്ക് ആയതുകൊണ്ട് ഗോൾഡൻ കളർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ ഐ ലാഷസ് ഒന്നും ഇതിന് യൂസ് ചെയ്യുന്നില്ല. കാരണം സിമ്പിൾ മേക്കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മസ്കാര അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഒരു സ്മാഷ് ബോക്സിൻ്റെ സൂപ്പർ ഫാൻ മസ്കാരയുടെ സാമ്പിൾ എനിക്ക് കിട്ടിയാണ്. അടിപൊളി മസ്കാരയാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മസ്കാര ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്നേ പറയുള്ളൂ. അത്യാവശ്യം നല്ല വോള്യൂമും ലെങ്ത്തും കൊടുക്കുന്ന മസ്കാരയാണ്. പക്ഷേ ഇതൊരു ഹൈ എൻഡ് ബ്രാൻഡ് ആയതുകൊണ്ട് എക്സ്പെൻസീവ് ആണ്. ഇതാണ് അപ്പോൾ ഫിനിഷ്ഡ് ഐ മേക്കപ്പ്. അടുത്തതായിട്ട് ലിപ് ലൈനർ യൂസ് ചെയ്യാം. ഇത് നൈക്കയുടെ ഒരു ലിപ് ലൈനറാണ്. ഒരു മറൂൺ ഷെയ്ഡാണ്. എനിക്കിതിൻ്റെ പേര് ഓർമ്മയില്ല. ഞാൻ എന്തായാലും പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ അകത്ത് നേരത്തെ അപ്ലൈ ചെയ്ത ന്യൂഡ് ലിപ്സ്റ്റിക്ക് കുറച്ച് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ബുള്ളറ്റ്. ഇത് സിൻ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. മാറ്റ് ഫിനിഷുള്ള ലിപ്സ്റ്റിക്കാണ്. ഈ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് വരുത്താൻ വേണ്ടി ലാസ്റ്റ് ഒന്നുകൂടെ ലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. വളരെ സിമ്പിൾ ലുക്കാണ് എങ്കിലും പാർട്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വി ക്യാൻ പ്ലേ അറൗണ്ട് വിത്ത് കളേഴ്സ്. നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ഇത് ചെയ്യാം. ചെറിയൊരു ഹെയർ സ്റ്റൈലിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ഹെയർ സ്റ്റൈലിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. വളരെ ഈസിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.